വിഷ്ണു, നമ്മുടെ റോഡരികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വാഹനം കടന്നു പോകുന്നു. ആ വാഹനത്തിൽ നിന്ന് നിറയെ നമ്മൾക്ക് അനാരോഗ്യകരമായിട്ടുള്ള ആ രീതിയിലുള്ള വെള്ളം പരത്തി പോകുന്ന ധാരാളം വാഹനങ്ങൾ, അതായത് മീൻ കൊണ്ടുവന്ന വാഹനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ശുചിമുറി മാലിന്യങ്ങൾ മറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന വാഹനങ്ങളാകട്ടെ, ഇതെല്ലാം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കെതിരെ ശരിക്കും നല്ലൊരു നടപടി, അല്ലെങ്കിൽ ഇവർക്കെതിരെ നല്ലൊരു കനത്ത താക്കീത് തന്നെ എടുക്കണ്ടേ? ഉറപ്പായിട്ടും ഇത്തരം ആളുകൾക്കെതിരെ ഒരു നടപടി എന്തായാലും എടുക്കണം. ഇതിപ്പോൾ അത് അവരുടെ മാത്രം ഇഷ്യൂ അല്ല. ഇപ്പോൾ കാൽനടയാത്രക്കാരുടെ മാത്രം ഇഷ്യൂ ആയിട്ട് ഇത് മാറുന്നില്ല. കുറച്ചുകൂടി ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെയോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പൊതുവായ ഒരു പ്രശ്നമായി ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ ഇവർ തള്ളുന്ന ഈ വേസ്റ്റ് അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഈ റോഡിലെത്തുമ്പോൾ അതുവഴി കടന്നു പോകുന്ന ആളുകൾ, കാൽനടയാത്രക്കാർ, അവരിപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ബൈക്കുകളിൽ വരുന്നവർ അത് അപകടത്തിന് കാരണമാകുന്നുണ്ട്. ഈ വെള്ളം വന്നിട്ട് വീഴുന്നത് ഇവിടെയാണ്. അപ്പോൾ എണ്ണയും പശുപശുപ്പോ എല്ലാം ഉള്ള ഒരു വെള്ളമാണല്ലോ മീനിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വെള്ളം വന്ന് വീഴുമ്പോൾ അത് വലിയ അപകടങ്ങളില്ല. ഇരുചക്ര വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അതൊരു വലിയൊരു വിഷയമായി മാറുന്നുണ്ട്. അപ്പോൾ റോഡുകളിൽ തന്നെ അവിടെ ഒരു പ്രശ്നം അത് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഇത് പോകാതെ നോക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കുറച്ചും കൂടെ ഇത് ലൈസൻസ് കിട്ടി അല്ലെങ്കിൽ ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിനുശേഷം വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ രീതിയിൽ വാഹനയാത്രികർക്കും അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇതുപോലെ മലിനജലവുമായി അല്ലെങ്കിൽ വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളുമായി ഇങ്ങനെ പോകുന്ന ആ വാഹനങ്ങൾ കൊണ്ടുപോയാൽ ലൈസൻസ് കട്ട് ചെയ്യും, കൂടാതെ കനത്ത പിഴയും ഈടാക്കുമെന്ന രീതിയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുവരെ ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യ ഘട്ടത്തിന് എവിടെയെങ്കിലും ഒരുങ്ങി ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴായിരിക്കും ഇതുപോലെ ഒരു വാഹനത്തിൽ നിന്നുള്ള ഒരു വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിച്ചാൽ അന്നത്തെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ നിന്ന് പോയില്ലേ? അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാളുടെ മേളിലേക്ക് ഈ ഒരു വെള്ളം വീഴുമ്പോൾ അവൻ്റെ ആ ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരു സാഹചര്യം പോലും അങ്ങ് നഷ്ടപ്പെടുകയാണ്. അത് മാത്രമല്ല, ഈ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നഗരങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം, അത് ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് നാട്ടുപ്രദേശങ്ങളിലേക്കാണ് ഡംപ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ എറണാകുളം പോലെ വലിയൊരു സിറ്റിയിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങളും ശുചിമുറി മാലിന്യങ്ങളും എല്ലാം തള്ളാൻ കൊണ്ടുവരുന്നത് നമ്മുടെ ചേർത്തല, കുമരകം, കോട്ടയം വഴി അങ്ങനെയുള്ള നാട്ടുപ്രദേശങ്ങളിലേക്കാണ് ഇവർ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഈ ഒരു വാഹനങ്ങൾക്ക് അകമ്പടിയായി 2-3 ബൈക്കുകളും അല്ലെങ്കിൽ 1-2 സംഘങ്ങളും ഈ ഒരു വണ്ടിക്ക് പൈലറ്റ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പണ്ട് നമ്മുടെ ഈ മണൽ കടത്തിന് ആൾക്കാർ പൈലറ്റിന് പോകുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഇൻഫർമേഷൻ നൽകാനും, അല്ലെങ്കിൽ ഈ അടുത്തുള്ള ഏത് സ്ഥലത്താണ് ഡംപ് ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോലീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ സംഘടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അഥവാ ഈ നാട്ടുകാരുടെ കയ്യിൽ ഈ ഒരു വണ്ടി പെട്ടുപോയാൽ എങ്ങനെയെങ്കിലും ഊരിയെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കാൻ, ചെയ്യാൻ ഇൻഫോമേഴ്സും ഉണ്ട് ഈ ഒരു സംഘത്തിൽ. ശരിക്കും ഈ രാത്രി സമയങ്ങളിലാണ് പൊതുവെ ഈ വാഹനങ്ങൾ വേസ്റ്റ് തള്ളാൻ വേണ്ടി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുന്നത്. ആ വണ്ടിയുടെ ആ ഒരു ഓണർഷിപ്പ് വേറെ ഒറിജിനൽ ആയിരിക്കില്ല, കൂടാതെ നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കും. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാകില്ല, ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉള്ള മറ്റ് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചാണ് ഇതുപോലെ ഒരു സാമൂഹ്യ വിപത്ത് ഇവർ ചെയ്തു വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇത് കുറേ ആളുകളെ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാൽനടയാത്രക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ മാത്രമല്ല, കുറേ ചെറുകിട വ്യവസായികളെ ഇത് ബാധിക്കുന്നുണ്ട് അല്ലേ? അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ചെറിയ കടകളുടെ മുമ്പിലോ, അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും റോഡ് സൈഡുകളിലാണ് ഈ ചെറുകിട കടക്കാർ വരുന്നത്, കച്ചവടക്കാർ വരുന്നത്. അപ്പോൾ അവരുടെ പുറകിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജലാശയമായിരിക്കാം, അപ്പോൾ അവിടെ കൊണ്ടൊക്കെ തള്ളുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ചായക്കടയാണെങ്കിൽ ആ ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്ന ആൾ എങ്ങനെയാണ് അവിടുത്തെ കുടിക്കുക? ഇപ്പോൾ ഇത്രയും സ്മെല്ല് അടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ബൈക്കുമായിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ ചായ കുടിക്കാൻ പോകണം.
ചായ കുടിക്കാൻ പോകുമ്പോൾ ഇവിടെ നിർത്തുമ്പോൾ ആളെ ഇവിടെ നിന്ന് കുടിക്കേണ്ട, ഇവിടെ നിൽക്കാൻ പറ്റുന്ന സ്മെല്ലാണെന്ന് പറഞ്ഞാൽ അവർ പോവാം. അപ്പോൾ ഇതെല്ലാവരിലേക്കും മാറുന്നുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് ഇതിങ്ങനെ പകർന്ന് കയറുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഒരു വൈറസ് കയറുന്ന പോലെ ഒരുപാട് ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ ഒരു സാമ്പത്തിക നില ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലാതാവുന്നുണ്ട്. എങ്ങനെയാണ് അത് അവൻ്റെ കഞ്ഞികൂടി മുട്ടുവാണ് അവിടെ. ഇത്തരം സാമൂഹ്യ വിരുദ്ധർ കാരണം ഇങ്ങനെ ആ ഒരു കഞ്ഞികൂടി മുട്ടുവാണ്. അല്ലെങ്കിൽ നിയമം അതിൽ കൃത്യമായൊരു ഇടപെടൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ സർക്കാർ ആ ഒരു പരാതിയിൽ തന്നെ കൃത്യമായൊരു നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ പുതിയൊരു നമുക്കൊരു ആശ്വസിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വി ഡി സതീശൻ സർക്കാർ തന്നെ ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ തദ്ദേശപരമായിട്ടുള്ള ഭരിക്കുന്ന ജനപ്രതിനിധി അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും കൈകോർത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു. കോട്ടയത്തായിരുന്നു പ്രദേശം. അപ്പോൾ ഇവർ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയുടെ മുന്നിൽ നിർത്തി. ഒരു ബൈക്ക് സ്പീഡിൽ പോകുന്നുണ്ട്. കുറച്ച് ഒരു 2-3 മിനിറ്റിന് ശേഷം ഒരു ലോറി, അതായത് നമ്മുടെ ഈ വെള്ളം കൊണ്ടുപോകുന്ന കോർപ്പറേഷൻ്റെ രീതിയിലുള്ള ഒരു ലോറി പോവുകയാണ്. ആ ലോറി പോയപ്പോൾ അസഹനീയമായിട്ടുള്ള ഒരു ഗന്ധം, ഒടുക്കത്തെ സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ്. നോക്കിയപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവർ ബൈക്ക് എടുത്ത് മുന്നിലേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് ഈ ഹോസിലൂടെ ഈ വേസ്റ്റ് താഴത്തെ ആ പുഴയിലേക്കോ തോട്ടിലേക്കോ തള്ളുകയാണ്. ഇവന്മാർ ഒച്ച വെച്ച് ഇവന്മാരുടെ പുറകെ ഓടിയപ്പോൾ അവിടെ ഇത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവന്മാർ വണ്ടി എടുത്ത് 100-110 വണ്ടി വിട്ടു. ഇവന്മാർ വണ്ടിയെ ഫോളോ ചെയ്തു. ഈ ഒരു ഇടവഴിയിലൂടെ ചാടി ഇവന്മാർ ഓവർടേക്ക് ചെയ്ത് വന്ന് ബ്ലോക്ക് ചെയ്ത് നിന്നപ്പോൾ ഇവന്മാരുടെ ബൈക്കിലൂടെ ഇടിച്ചങ്ങ് കയറ്റുകയാണ്. ഇവന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു പാച്ചിലാണ് പാനത്. അപ്പോൾ ഇതിൽ നിന്നെന്താ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ, ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി തട്ടിക്കോ, തട്ടിയാൽ പിന്നെ ഈ ഒരു ആര് പിടിച്ചാലും ഇടിച്ച് നിർത്താതെ അങ്ങ് വിട്ടുപോക്കോ, ബാക്കിയുള്ള കാര്യം ഞങ്ങൾ ഏറ്റോളാം എന്നുള്ള രീതിയിലുള്ള ഒരു ലോബി ഈ ഒരു കക്കൂസ് മാലിന്യം തള്ളുന്നതിന് വേണ്ടി ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിക്കും ഇത് അനുഭവത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. നേരിട്ട് ഈ ഒരു വെഹിക്കിൾ കാണിച്ചും തരികയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ ഞങ്ങളെടുത്ത് ഈ ഒരു MVDയുടെ ഈ ഒരു സൈറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അത് മറ്റൊരാളുടെ മറ്റൊരു വാഹനത്തിൻ്റെ മറ്റൊരു RC ഓണറെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നേരം മുമ്പ് ഫേക്ക് ഡോക്യുമെൻറ്റ്, ഫേക്ക് നമ്പർ പ്ലേറ്റും, അല്ലെങ്കിൽ ഈ അന്വേഷണത്തുമായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു പഴുതും അവിടെ അടയ്ക്കാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത്. പിന്നെ ഇവർ പോകുന്ന വഴിയാണ് അതിലും ഭയങ്കരമായിട്ടുള്ള ഒരു ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം ആ ഒരു പരിസരത്തൊന്നും CC ക്യാമറയോ അല്ലെങ്കിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല. വ്യക്തമായിട്ടുള്ള ക്യാമറ എവിടെയെല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സ്പോട്ട് ചെയ്ത് ഈ ഇൻഫോർമർ ഈ വണ്ടിയിലുള്ളവരെ അറിയിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് റൂട്ട് ഏതാണ് ആ മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് തട്ടിയാൽ മതി, അവിടെ ഓക്കെയാണ് എന്ന രീതിയിലുള്ള അവിടെ തട്ടിയിട്ടങ്ങ് പോകും. ഇപ്പോൾ കോട്ടയം ഭാഗത്തേക്കൊക്കെ വേസ്റ്റ് തട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ മീനച്ചിലാറിൽ ഒന്നാമതേ മാലിന്യ പ്രശ്നം കൊണ്ട് ആ വെള്ളം ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു സർവേ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ കോളയുടെ സാന്നിധ്യമുണ്ട്. അത് കുറച്ചും കൂടി വ്യാപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഈ അമീബിക് മസ്തിഷ്കരോഗം അതുപോലെയുള്ള ഗുരുതരമായുള്ള ജലജന്യ രോഗങ്ങൾക്ക് വരാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു സമയത്താണ് ഇതുപോലെ വേസ്റ്റ് കൊണ്ടുപോയി മീനച്ചിലാറ് പോലുള്ള ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഈ ഒരു ഉപാധിയിലേക്ക് കൊണ്ടുപോയി തള്ളുന്നത്. ഇതിനേക്കാൾ ഒരു ഉപദ്രവപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള കാര്യം എന്താണുള്ളത് വിഷ്ണു? അത് ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ഒരു സമൂഹത്തെ മാത്രമല്ല, ഒരു പ്രദേശത്തെ മൊത്തമായി ഇത് ബാധിക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഇപ്പം തന്നെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത്, ഇപ്പോൾ ആഷിക്ക് പറഞ്ഞ പോലെ ആ ഒരു പ്രദേശത്ത് ആ ഒരു മീനച്ചിലാറിൻ്റെ ആ ഭാഗത്തൊക്കെ ഇവർ കൊണ്ടിത് തള്ളുമ്പോൾ ആ പ്രദേശത്തുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് ആ പ്രദേശവുമായി പ്രദേശത്തുമായി വരുന്ന ആളുകളുണ്ടാവുമല്ലോ, സമ്പർക്കം പുലർത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർ അവിടെ പിന്നെ വരുമോ? അവിടെയുള്ള ആളുകൾ ആ ഒരു സ്ഥലം തന്നെ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഒരു പ്രശ്നങ്ങളിലേക്ക് ഇത് വല്ലാണ്ട് കടന്നു കയറുന്നുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ വളരെയധികം നടപടിയെടുക്കണം. അല്ലാതെ ഇതൊരു നിസ്സാരമായി കാണരുത്. അവർ കാണിക്കുന്നത് സമൂഹത്തോട് തന്നെ ഏറ്റവും വലിയൊരു പാപമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ കൃത്യമായൊരു നടപടി എടുക്കേണ്ടത് സർക്കാരിൻ്റേതും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതുമായ ഒരു കൂട്ടുത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.